എന്നെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടും എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങാമെന്ന് ഉദ്ദേശിക്കുന്നു. എന്റെ ഫാദർ ജേക്കബ് മരിയദാസ്. എന്നാൽ എന്റെ വീട്ടിലൊക്കെ എന്നെ വിളിക്കുന്നത് ചാക്കോച്ചൻ എന്നാണ്. എന്റെ മാതാപിതാക്കളൊക്കെ എന്നെ വിളിക്കുന്നത് ചാക്കോച്ചൻ എന്നാണ്. എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ചാക്കോച്ചനാണ്. സഭയിൽ ചേർന്നപ്പോൾ ഒഫീഷ്യൽ നെയിം ജേക്കബ് എന്നാക്കിയത്. ജേക്കബ് കോരാക്കൽ എന്നാണ് എന്റെ ശരിക്കും വീട്ടുപേര്. അതിനുശേഷം ഈ പരിപൂർണമായിട്ടും ആത്മീയ ശുശ്രൂഷയിലേക്ക് വന്നപ്പോൾ കൂടുതൽ ജപമാല ചൊല്ലുവാനാണ് ഒരു കൃപ കിട്ടി. അങ്ങനെ ജപമാല ചൊല്ലി ഒത്തിരിയേറെ അത്ഭുതങ്ങൾ സംഭവിച്ചു. എന്റെ മാനസാന്തരമാണ് ഏറ്റവും വലിയ അത്ഭുതം. മറ്റവിടെ ഇവിടെയൊക്കെ അത്ഭുതങ്ങൾ നടന്നിട്ട് എനിക്ക് മാനസാന്തരം അതുകൊണ്ടൊരു കാര്യമില്ല. അപ്പൊ അങ്ങനെ പരിശുദ്ധ അമ്മയോടും ജപമാലയോടും ഒരു പ്രത്യേക ഭക്തി തോന്നിയപ്പോൾ ഞാൻ മരിയദാസ് എന്ന പേരെടുത്തതാണ്. അതിപ്പോ പിന്നെ പല സ്ഥലത്തും ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ ആളും കൺഫ്യൂഷൻ, ചാക്കോച്ചനാണോ ജേക്കബ് ആണോ മരിയദാസ് ആണോ? ഇപ്പോൾ ഞാൻ അറിയപ്പെടുന്നത് ജേക്കബ് മരിയദാസ് എന്നാണ്. അങ്ങനെയാണ് അറിയപ്പെടുന്നത്, ജേക്കബ് മരിയദാസ്. എന്റെ വീട് ഇടുക്കി ജില്ലയില് കൊക്കുപാറ, ചിങ്കുളം, മൂന്നാറിനടുത്താണ്. പേരൻസ് ഒക്കെ അടിമാലിയിൽ താമസിക്കുന്നത്, മൂന്നാറിന് തൊട്ടടുത്ത്. ഇനി ഞാൻ കർമ്മലീത്ത വൈദികനാണ്. പരിചയപ്പെടുത്തില്ല, ഞാൻ കർമ്മലീത്ത വൈദികനാണ്. കർമ്മലീത്ത ഒന്നാം സഭ OCD എന്ന് പറയും. അതിന്റെ തിരുവനന്തപുരത്തുള്ള മലബാർ പ്രോവിൻസിലെ അംഗമാണ്. എന്നാൽ ഇപ്പോൾ ജാർഖണ്ഡിൽ ഞങ്ങളുടെ മിഷൻ ഉണ്ട്. റാഞ്ചി ഡെലഗേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഞങ്ങൾക്ക് 6 കമ്മ്യൂണിറ്റി ഉണ്ട് ഈ റാഞ്ചിയിൽ, ജാർഖണ്ഡില്. ഞങ്ങളിവിടെ 24 അച്ഛന്മാര്, 12 പേര് കേരളത്തിൽ നിന്ന്, 12 പേര് ഇവിടുത്തെ ജാർഖണ്ഡ് അച്ഛന്മാരും, അങ്ങനെ 24 പേര് ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നു. ഞാൻ മുഴുവൻ സമയവും ഈ വചനപ്രഘോഷണ മേഖലയിലാണ്. ഇവിടെ ഒരു ധ്യാന കേന്ദ്രം വന്ന് ആളുകൾക്ക് ധ്യാനിക്കാനൊക്കെ വരാം. അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സിനാണ് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ ഞാൻ കൂടുതലും എനിക്ക് പുറത്താണ്, മറ്റ് എല്ലാ സ്റ്റേറ്റിലും ഇന്ത്യക്ക് പുറത്തും ഒക്കെ പോയി കൂടുതലായിട്ട് വൈദികർക്കും സിസ്റ്റേഴ്സിനും ധ്യാനം കൊടുക്കും. പിന്നെ മലയാളത്തില് കേരളത്തിലെ ഇടവക ധ്യാനങ്ങൾ കൊടുക്കാറുണ്ട്. മലയാളത്തിൽ മറ്റ് ഈ 2 ഭാഷയില്, മലയാളം ഇംഗ്ലീഷ് 2 ഭാഷയിലാണ് കൊടുക്കുന്നത്. കേരളത്തിന് പുറത്തറിയാലോ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനൊക്കെ ഇംഗ്ലീഷിലാണ് കൊടുക്കുന്നത്. പിന്നെ കാര്യം ഇവിടെ വന്നിട്ട് കുറെ നാളായെങ്കിലും ഹിന്ദി ഒന്നും അത്ര കാര്യമായിട്ട് പഠിച്ചില്ല. ഹിന്ദി കുർബാന ചെല്ലും, അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തും, പക്ഷെ ക്ലാസ് ഒന്നും കൊടുക്കാനായിട്ടില്ല. പക്ഷെ ഈ 2 ഭാഷയിൽ തന്നെ എനിക്ക് ആവശ്യത്തിന് എന്നെ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അഹങ്കാരമാണെന്ന് അറിയില്ല. ഏതായാലും അതാണ് എന്റെ പ്രേക്ഷിത വേലയും സഭയൊക്കെ. ഇപ്പോൾ റാഞ്ചിയില് ഞങ്ങളുടെ ഡെലിഗേറ്റ് പ്രൊഫഷണൽ കൗൺസിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഫഷൻ നടത്തുന്നത്. ഇനി ഈ വചനത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ എപ്പോഴും നിങ്ങളുടെ മരണം വരെ ഓർക്കേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറയണം. വചനത്തെ കുറിച്ച് 3 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഓർക്കണം. ഒന്ന്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കും, നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക. നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമുള്ളതല്ല. ഞാൻ കൂടുതലും വൈദികർക്കൊക്കെ ധ്യാനം കൊടുക്കാൻ പോകുമ്പോൾ അവരോട് പറയാനുള്ള കാരണം, ഈ ബൈബിളിലൊക്കെ ഡോക്ടറേറ്റ് എടുക്കുകയും ഒത്തിരി ഉപരി പഠനങ്ങളൊക്കെ നടത്തിയിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ അതുപോലെയൊക്കെ വിശ്വസിക്കണമെന്നില്ല. അവരതിന്റെ ഉത്ഭവം, എറ്റിമോളജി എല്ലാം നോക്കിപ്പോയി അത് എവിടെ നിന്ന് വന്നു, ആരെഴുതി, എങ്ങനെ വന്നു, അങ്ങനെ അതിന്റെ കോണ്ടസ്റ്റും അതിന്റെ എറ്റിമോളജിയും നോക്കി നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മളിതിൽ എഴുതിയിരിക്കുന്നത് വിശ്വസിക്കുക. ഒന്ന്. രണ്ടാമത്തത്, ഇത് എഴുതിയിരിക്കുന്നത് അബ്രാഹത്തിനോ ഇസ്ഹാക്കിനോ യാക്കോബിനോ പത്രോസിനോ പൗലോസിനോ യോഹന്നാനോ ഒന്നും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. ഓരോരുത്തരും ചിന്തിക്കുക, എനിക്ക് ഏത് സമയത്ത് എനിക്ക് വേണ്ടത് ഇത് തുറന്ന് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് കിട്ടും. അല്ലെങ്കിൽ നാം ഓരോ പ്രാവശ്യവും വായിക്കുമ്പോഴും ശ്രദ്ധിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്ന വചനമാണ് ഈശോയ്ക്ക്, ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്. ഒരുപക്ഷെ വിശുദ്ധ കുർബാന സമയത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ സ്പിരിച്വൽ റീഡിങ്ങിലായിരിക്കും. എപ്പോഴും ആയിക്കോട്ടെ, നാം ഓരോ പ്രാവശ്യവും ദൈവവചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കുക, ഇന്ന് ഈശോയ്ക്ക് എന്നോട് പറയുവാനുള്ള സന്ദേശം ആണ്. ഇനി മൂന്നാമത്തത്, നമ്മളിത് നല്ല നിയോഗം വെച്ച് വചനം പഠിക്കുക. തെറ്റായ നിയോഗത്തിനായിരിക്കും. We have to learn it for the right reason, not for the wrong reason. You know what is wrong reason? Wrong reason എന്ന് പറഞ്ഞാല് നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വചനം പഠിച്ചാൽ that is wrong reason. അത് തെറ്റായുള്ള നിയോഗമാണ്.
ഒരിക്കലും അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ വചനം പഠിക്കേണ്ടത്. നമ്മൾ വചനം പഠിക്കേണ്ടത് there should be transformation in my heart. എന്റെ ഹൃദയത്തില് ഒരു മാനസാന്തരം ഉണ്ടാകണം. ഞാനൊരു പുതിയ വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടണം. ഞാനൊരു പ്രാർത്ഥനയുടെ മനുഷ്യനാകണം. മറ്റൊരു ക്രിസ്തുവായിട്ട് ഞാൻ രൂപാന്തരപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വചനം പഠിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ, എന്റെ അറിവ് വർദ്ധിപ്പിക്കാനായിട്ടല്ല, ഞാൻ മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുക. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥനയുടെ വ്യക്തിയായി തീരുക. ഈ 3 കാര്യങ്ങൾ എന്നും നമ്മൾ ഓർക്കുക. ഇതിൽ എഴുതിയിരിക്കുന്ന അതുപോലെ വിശ്വസിക്കുക. ഓരോ പ്രാവശ്യവും വചനം വായിക്കുകയും ശ്രവിക്കുകയും ചെയ്യുമ്പോൾ ഇത് ഈശോയ്ക്ക് എന്നോട് പറയാനുള്ള സന്ദേശം ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇതൊരിക്കലും പഴയതായി പോകുന്നില്ല. ധൂർത്തപുത്രന്റെ കഥ നമ്മൾ 100 പ്രാവശ്യം കേട്ടിട്ട് വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് അവിടെ നിന്ന് കിട്ടും. ഞാൻ ഇന്നലെ കേട്ടതാണോ നേരത്തെ കേട്ടതാണോ നമുക്ക് ഒരിക്കലും അങ്ങനെ ചിന്ത വരില്ല. അത് പുതിയതായിട്ട് ഇപ്പോഴും, അതാണ് ബൈബിൾ, വിശുദ്ധ ഗ്രന്ഥം ഒരിക്കലും പഴയതായി പോകുന്നില്ല. ഇതിന്റെ വചനങ്ങൾ എന്നും പുതിയതാണ്, നിത്യനൂതനമാണ്. ഓരോ പ്രാവശ്യവും നാം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന എന്തെങ്കിലും നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വചനം വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ എപ്പോഴും മനസ്സിലായിരിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു ക്രിസ്തു, ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനാക്കാൻ. ഇനി നമ്മളിപ്പോ നോയമ്പുകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അനുതാപത്തിന്റെ, മനസ്സാന്തരത്തിന്റെ ഒക്കെ ഒരു സമയം. അതിനു വേണ്ടിയിട്ടാണ് ഈ നോയമ്പുകാലം പ്രത്യേകമായിട്ട് നമുക്ക് നിജപ്പെടുത്തി തന്നിരിക്കുന്നത്. നമ്മള് നോയമ്പുകാലം ആരംഭിച്ചത് ഇങ്ങനെ ഒരു നെറ്റിയിൽ ചാരം പൂശി മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുമെന്ന് ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഞാൻ കടന്നു വന്ന ചിന്ത, ഈ ദിവസങ്ങളില് ഒരു അച്ഛന്റെ പ്രസംഗം കേട്ടു. ഈശോ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഉപവസിക്കുമ്പോൾ വളരെ പ്രസന്നവതനായിട്ട് കാണപ്പെടണം, ഇങ്ങനെ മുഖമൊന്നും വിരൂപപ്പെടുത്തരുത് എന്നാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ കുരിശൊക്കെ വരച്ച് ചാരം പൂശി വിരൂപമായിക്കൊണ്ട് ആരംഭിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടു. പ്രിയ ദൈവമക്കളെ, ഈ ചാരം പൂശുന്ന അല്ലെങ്കിൽ മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ നെറ്റിയില് ഈ ഭസ്മം പൂശുന്നത് വിരൂപമാക്കാനായിട്ടല്ല. അത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നാം മണ്ണിൽ നിന്ന് വന്നു മണ്ണിലേക്ക് മടങ്ങും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തില് മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്തു എന്ന്. ഒരുപക്ഷെ ഇന്നത്തെ നിരീശ്വരവാദികൾ അത് വിശ്വസിക്കണമെന്നില്ല, അല്ലെങ്കിൽ പരിണാമവാദികൾ അത് വിശ്വസിക്കണമെന്നില്ല. ഉത്ഭവത്തെ കുറിച്ച് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അവരുടേതായുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യത്തില് ആരും തർക്കിക്കുന്നില്ല, ഈ മനുഷ്യൻ പോകുന്നത് മണ്ണിലേക്കാണ്. മണ്ണിൽ നിന്നാണോ ഉത്ഭവിച്ചതെന്ന് തർക്കിച്ചാലും മണ്ണിലേക്കാണ് അവൻ മടങ്ങി പോകുന്നതിന് അവന് യാതൊരു തർക്കവുമില്ല. അതായത് ചുരുക്കി പറഞ്ഞാല് നാം ഈ മണ്ണോളം താണ് എളിമയുള്ള മനുഷ്യരായിട്ട് ജീവിക്കുക. എളിമ വേണം എന്നുള്ളതാണ്, എളിമ വേണം. ഇന്നത്തെ നമ്മുടെ വലിയ പ്രശ്നം അഹങ്കാരമാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും എവിടെയായാലും ജീവിതത്തില് വളരെ വലിയ പ്രശ്നമാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. ഈ അഹങ്കാരം ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 90% പ്രശ്നങ്ങളും ജീവിതത്തിൽ തീരും. നമുക്ക് എന്ത് അഹങ്കരിക്കാം? ആരോ നമുക്ക് ജന്മം നൽകി, ആരോ നമുക്കൊരു പേര് നൽകി, ആരുടെയൊക്കെ സഹായത്തോടെ നമ്മൾ ഇങ്ങനെ കുറെ പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ ജോലി തേടി. ഇനി നമ്മൾ ആരായിരുന്നാലും, കുബേരനായാലും കുചേലനായിക്കഴിഞ്ഞാലും, നിങ്ങള് വലിയ ധനാട്ടിനായിക്കഴിഞ്ഞാലും പാവപ്പെട്ടവനായിക്കഴിഞ്ഞാലും, പേരും പ്രശസ്തിയുള്ളവനായിക്കഴിഞ്ഞാലും ആരാലും അറിയപ്പെടാത്തവനായിക്കഴിഞ്ഞാലും, അവസാനം ഈ ജീവശ്വാസം നമ്മിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ എടുത്തു കൊണ്ടുപോയി ഈ മണ്ണിലേക്ക് കൊണ്ടുവന്നിടും. ഒരു സംശയമില്ല. കാര്യം സെമിത്തേരിയിൽ പോയി കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള മാർബിളില് വലിയ വലിയ ആളുകളുടെ എല്ലാം പേരെഴുതി എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ ആ മാർബിൾ മാറ്റി കഴിയുമ്പോൾ അതിന്റെ അടിയിലുള്ളത് എന്താണ്? മൺകൂമ്പാരമാണ്. ആരായിക്കഴിഞ്ഞാലും അധികാരത്തിന്റെ കോട്ടക്കൊത്തളങ്ങളിൽ ജീവിക്കുന്നവരായിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ പേരും പ്രശസ്തിയുടെ കൊടുമുടിയിൽ ജീവിക്കുന്നവരായിക്കഴിഞ്ഞാലും, പണത്തിന്റെ എല്ലാം മണിമാളികളിൽ ജീവിക്കുന്നവരായിക്കഴിഞ്ഞാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ
കൽപ്പന ചൗളയെ കുറിച്ചുള്ള ഒരു ഇത് കണ്ടു, കാണാനിടയായി. ഞാൻ 1-2 പ്രാവശ്യം കേട്ടു. അതായത് നമുക്കറിയാം, കൽപ്പന ചൗള ബഹിരാകാശത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞയായിരുന്ന, ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ കണ്ണിലുണ്ണിയായിരുന്ന ആ വലിയ വ്യക്തി, ആ സ്ത്രീ, പെൺകുട്ടി മരണപ്പെട്ടതെല്ലാം നമുക്കറിയാവുന്നതാണ്. മരിക്കുന്നതിന്റെ ഏതാനും മിനിറ്റുകളോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യക്ക് വേണ്ടി അവസാന സന്ദേശം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഐക്യ ഗുജറാളുമായിട്ടുള്ള സംഭാഷണം പക്ഷെ നിങ്ങളെ കണ്ടു കാണുമായിരിക്കും. 4 മിനിറ്റും 17 സെക്കൻഡുമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണാനിടയായത്. അതിന്റെ അകത്ത് ഐക്യ ഗുജറാള് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ബഹിരാകാശ വാഹനത്തിലിരിക്കുന്ന കൽപ്പന ചൗളയെ വിളിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷെ കൽപ്പന ചൗള ആ ഫോൺ എടുക്കുന്നതും സംസാരിക്കുന്നതും ആ ഓരോന്നും ആ മുഖത്തെ ചലനങ്ങൾ പോലും വളരെ കൃത്യമായിട്ട് കാണാം. ഒരേ പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോ ഇതെല്ലാം അവിടെ നമുക്ക് കാണാവുന്നതാണ്. പ്രധാനമന്ത്രി ഗുജറാൾ പറയുകയാണ്, കൽപ്പന ഞാൻ ഇന്ത്യയിൽ നിന്ന് വിളിക്കുകയാണ്, ഞാൻ ഗുജറാളാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, താങ്ക് യു സാർ. എന്നിട്ട് പറയുന്നു, ഒത്തിരിയേറെ അവളെ പുകഴ്ത്തിക്കൊണ്ട് ഇന്ത്യക്കാർക്കൊക്കെ നീ ഭയങ്കരമായിട്ടുള്ള ഒരു അഭിമാന പാത്രമാണ് എല്ലാം പറഞ്ഞങ്ങനെ ഒത്തിരി പുകഴ്ത്തി പറയുന്നുണ്ട്. അതിനുശേഷം കാളിദാസന്റെ കവിത എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആകാശത്തിലൂടെ ഇങ്ങനെ മാറി നടക്കുന്ന ഒരു അരയന്നമാണ്, അരയന്നത്തെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ എല്ലാം പറഞ്ഞ് ഇത് പറയുമ്പോൾ ആ ശബ്ദത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാൾ പോലും വളരെ വലിയൊരു വ്യക്തിയോടാണ് താൻ സംസാരിക്കുന്നത്. ആ ഭാഷാ ശൈലി നമുക്ക് കാണാൻ പാടില്ലെങ്കിൽ പോലും ഭാഷയിൽ തന്നെ ആ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കാൻ സാധിക്കും. അത്രമാത്രം ഉന്നതയായിട്ടൊരു വ്യക്തി, ഒരു പെൺകുട്ടിയാണ് ഇവിടെ സംസാരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം അവസാനം പറയുന്നു, കൽപ്പന എനിക്കൊരു അപേക്ഷയുണ്ട്, നീ ഭൂമിയിൽ വന്നു കഴിയുമ്പോൾ കുടുംബക്കാരും സുഹൃത്തുക്കളും എല്ലാമായിട്ട് ഇന്ത്യയിലേക്ക് വരണം, ഇന്ത്യ സന്ദർശിക്കണം, ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്, ഇന്ത്യ ഗവൺമെന്റ് അതിഥിയായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വളരെ സന്തോഷത്തോടെ താങ്ക് യു സാർ, തീർച്ചയായിട്ടും എനിക്ക് വലിയൊരു ഓണറാണ്, ഞാൻ വരുന്നതാണ് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ആ സംഭാഷണം അവസാനിപ്പിക്കുന്നു. ഏതാനും മിനിറ്റുകളോ അല്ലെങ്കിൽ മണിക്കൂർ കഴിയുമ്പോൾ ആ ബഹിരാകാശ പേടകം പൊട്ടിത്തെറിച്ച് ഈ കൽപ്പന ചൗള ഭസ്മമായിട്ട് മാറി. ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ വലിയൊരു നിധിയായിരുന്നു കൽപ്പന ചൗള. അമേരിക്കയിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരോട് കൂടി അങ്ങനെ ബഹിരാകാശത്ത് പോയ നാസയിലെ ഒരംഗം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്റെ വളരെ ലളിതമായ ചോദ്യം ഇതാണ്, ഈ കൽപ്പന ചൗളയും അല്ലെങ്കിൽ അവരൊക്കെ ഈ ബഹിരാകാശത്ത് പോകുമ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതിന്റെ ഓരോ അപകടങ്ങളും, ഇതിന്റെ ഓരോ തലങ്ങളും. അപ്പോൾ എത്രയോ വലിയ ആ സുരക്ഷിതത്തിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ടാണ് അവർ പോയത്. അതായത് അതിന്റെ ഓരോ തലങ്ങളും കടക്കുമ്പോഴും ഉണ്ടാകാവുന്ന അപകട സാധ്യത വർഷങ്ങളോളം അല്ലെങ്കിൽ ഒരുപക്ഷെ നൂറ്റാണ്ടുകളോളം അവര് ഗവേഷണം നടത്തി അതിനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി അതിന്റെ എല്ലാ പ്രിക്കോഷൻസും എല്ലാം എടുത്തുകൊണ്ട് പോയതാണ്. പക്ഷേ ഇതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഒരു സെക്കൻഡിന്റെ ഒരു ഫ്രാഗ്നൻസ്, ഒരു സെക്കൻഡിന്റെ ഒരു അല്പതയിൽ എല്ലാം തീർന്നു. ഈ കൽപ്പന ചൗളയ്ക്ക് ഉണ്ടായിരുന്ന 1000-1 സെക്യൂരിറ്റി മെഷേഴ്സ് നമുക്കുണ്ടോ? പിന്നെ എന്തിന് നമ്മൾ അഹങ്കരിക്കുന്നു? ഇന്ന് എന്നെ ഇവിടെ ഇരിക്കുന്ന ശ്രമിക്കുന്ന നിങ്ങളും ഈ ഞാനും നാളെ നേരം വിളിക്കുമ്പോൾ എഴുന്നേക്കുമെന്ന് എന്താണ് ഉറപ്പ്? പിന്നെ എന്തിന് നമ്മൾ അഹങ്കരിക്കുന്നു? എളിമപ്പെടാനാണ് നമ്മുടെ ആവശ്യം. അഹങ്കാരമാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ അഹങ്കരിക്കാനായിട്ട് നമുക്കൊന്നുമില്ല. ഏത് നിമിഷം നമ്മുടെ മരണമെന്ന ആ യാഥാർത്ഥ്യം നമ്മിലേക്ക് വരുമെന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. ഒരുങ്ങിയിരിക്കുക. ഇപ്പോഴും ഒന്നും അഹങ്കാരപ്പെട്ട് കാര്യമില്ല. ആ വെലച്ചൻ വളരെ മനോഹരമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ഈ സീറോ മലബാറിന്റെ സംസ്കാരത്തിന്റെ ഇതിനകത്ത് പാടുന്ന ആ പാട്ടിന്റെ 2 മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി വിഴിനീർ തൂകി ഉണർത്തിച്ചു
ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല. മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാ നീതാൻ അവലംബം. എന്തഹങ്കരിക്കാൻ! മരണമെന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ വന്ന് മുട്ടുമ്പോൾ ഒരു നിമിഷം എനിക്ക് ഒരുങ്ങാൻ തരൂ എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ആരുമായിക്കോട്ടെ, നമ്മൾ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് എളിമപ്പെടാനായിട്ടാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്താണ് ഈ എളിമ? അൽഫോൺസ് മരിയ ലിഗോരി പറയാറുണ്ട്, രണ്ട് വലിയ തിന്മകൾ, ഒന്ന് വ്യഭിചാരം, രണ്ട് അഹങ്കാരം. വ്യഭിചാരം എന്നുള്ളത് വസൂരി പോലെയാണ്. അത് അധികം നാളൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല, അത് എപ്പോഴെങ്കിലും പുറത്ത് കാണിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അഹങ്കാരം ക്യാൻസർ പോലെയാണ്. ക്യാൻസർ ആ ഉള്ളിലാണ്. പുറമെ എല്ലാം നല്ല സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടാണ്. ജീവൻ എടുത്തു കഴിയുമ്പോഴാണ് അറിയാൻ പറ്റില്ല അഹങ്കാരം എന്ന് പറയുന്നത്. എന്താണ് എളിമ? എളിമ സത്യമാണെന്ന് മദ്രസയെ പറയുന്നത്. മദ്രസയെ പറയുന്നത് എളിമ സത്യമാണ്. പ്രിയ മക്കളെ, എളിമ സത്യം എന്ന് പറയുന്നത് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ തന്നെ അംഗീകരിക്കുക, അതുപോലെ മറ്റുള്ളവരെയും നമ്മൾ അംഗീകരിക്കുക. അതാണ് സത്യം. ഇപ്പൊ ചില ആളുകൾ പറയോ, എനിക്കൊന്നിനും കഴിവില്ലേ, എനിക്ക് പണമില്ലേ, എനിക്ക് സംസാരിക്കാനും കഴിവില്ലേ, എനിക്ക് അതില്ലേ ഇതില്ലേ. അത് കപട വിനയമാണ്, സത്യമല്ല, കപട വിനയം. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് അത് എന്തുമാണോ അത് അംഗീകരിക്കുക. പിന്നെ ചില ആളുകൾ തനിക്ക് ഇല്ലാത്തത് മുഴുവനും ഭയങ്കര ഒരു സംഭവമാണെന്ന രീതിയിൽ അവരുടെ നടപ്പും എടുപ്പും എല്ലാം അവരെ കഴിഞ്ഞിട്ട് അവര് ഭൂമിയിലെ രാജാക്കന്മാരാണ്. ഞാനിപ്പോ മദ്യങ്ങളെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ വന്ന് എന്തെല്ലാം അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെല്ലാമാണ് കാണിച്ചു. അഹങ്കാരമാണ്, അഹങ്കാരം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എളിമ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും ആയിരിക്കുന്ന രീതിയിൽ അവനെ തന്നെ അംഗീകരിക്കുക, മറ്റുള്ളവരെ അംഗീകരിക്കുക. ഞാനൊരു പുരോഹിതനാണ്. പുരോഹിതൻ എന്ന രീതിയിൽ എനിക്ക് എന്റെ കടമയുണ്ട്, അതുപോലെ തന്നെ എന്റെ ഉത്തരവാദിത്വമുണ്ട്. എന്റെ ഉത്തരവാദിത്വം, അതുപോലെ എന്റെ അവകാശങ്ങളെ കുറിച്ച് എന്റെ കടമ, എന്റെ ഉത്തരവാദിത്വം. അതായത് എനിക്ക് ദൈവജനത്തോടുള്ള എന്റെ ഉത്തരവാദിത്വം, ഈ തിരുസഭയില് സഭയിലെ ഒരു പുരോഹിതൻ എന്ന രീതിയിൽ എന്റെ ഉത്തരവാദിത്വം, അതുപോലെ എനിക്ക് ചില അവകാശങ്ങളുമുണ്ട്. ഇനി ഒരു കുടുംബനാഥൻ എന്ന് ആണ് സംബന്ധിച്ചുള്ള ആ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം. എന്റെ മാതാപിതാക്കള്, ജീവിത പങ്കാളി, മക്കള്, അവരുടെ സുരക്ഷിതത്വം, അവർക്ക് വേണ്ടതെല്ലാം നൽകേണ്ടത് എല്ലാം ആ പിതാവാണ്. അതുപോലെ തന്നെ എന്റെ ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാവരെയും അവര് ആയിരിക്കുന്ന അവസ്ഥയില് അവരെ ബഹുമാനിക്കും. അവരായിരിക്കുന്ന അവസ്ഥയിൽ ജീവിത പങ്കാളിയെ അവളായിരിക്കുന്ന അവസ്ഥയിൽ അവളെ ബഹുമാനിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. നമുക്ക് ജന്മം നൽകിയ ഭൂമിയിലെ ദൈവം, കാണപ്പെടുന്ന ദൈവമാണ്. അവരെ അതുപോലെ നമ്മൾ ബഹുമാനിക്കണം. മക്കൾക്കും അവരർഹിക്കുന്ന സ്ഥാനം കൊടുക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യണം. അങ്ങനെ ആ ഒരു കുടുംബനാഥൻ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ ബഹുമാനിക്കുകയും താൻ ആരാണ്, തന്റെ ഉത്തരവാദിത്വവും തന്റെ അവകാശവും അടിയുറച്ച ബോധ്യത്തോടു കൂടി ജീവിക്കുമ്പോൾ അവിടെ അവന് എളിമയുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാര്യ കുടുംബത്തിലെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സമാധാനത്തിന്റെ പ്രതീകമാണ്, സ്നേഹത്തിന്റെ പ്രതീകമാണ്. അല്ലാതെ അവിടെ ഇവിടെ പോയി മക്കളുടെയോ ഭർത്താവിന്റെയോ കുറ്റം പറഞ്ഞ് അവരെയൊക്കെ വിമർശിച്ചാല് ഒരിക്കലും അതൊക്കെ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുവാനും അവരെ സ്നേഹിക്കുവാനും സമാധാനം കൊണ്ടുവരാനൊക്കെ ഉള്ള ഇതിനെല്ലാം പ്രതീകമായിട്ടാണ് ഒരു അമ്മയെ, ഒരു ഭാര്യയെ കാണുന്നത്. മക്കള് ഒരു കുടുംബമാകുന്നവരെ മാതാപിതാക്കളുടെ കീഴില് അവര് ജീവിക്കുക, മാതാപിതാക്കളെ സ്നേഹിച്ചും അവരെ സഹായിച്ചും എല്ലാം അവരെ ബഹുമാനിച്ചും അവരുടെ കൂട്ടത്തിൽ ജീവിക്കുക. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് വളരെ വേദനയോട് കൂടി പറയുകയുണ്ടായി, ഭാര്യ മരിച്ചിട്ട് കുറച്ചു നാളായി. അദ്ദേഹം പറഞ്ഞു, മകൾക്ക് ജോലി കിട്ടി. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, കല്യാണം കഴിച്ചിട്ടില്ല, അവളുടെ കാമുകന്റെ കൂട്ടത്തിൽ ബൈക്കിൽ വരികയാണ്, വീട്ടിൽ കൊണ്ടുവന്നിട്ട് പോകുന്നു. 2 ദിവസം കണ്ടപ്പോൾ അപ്പം പറഞ്ഞു, മോളെ, നമ്മള് നല്ലൊരു കുടുംബമാണ്, ഈ അയൽവക്കക്കാരൊക്കെ നമ്മളെ നീ വരുന്നതും പോകുന്നതെല്ലാം കാണുന്നു, നീ ഇങ്ങനെയൊക്കെ പോകുന്നതും ഇങ്ങനെ നടക്കുന്നതും
കല്യാണം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ പോവുകയും നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ മോശമാണ്. അതുകൊണ്ട് കല്യാണം കഴിയുന്നവരെ ഇങ്ങനെയൊന്നും നിങ്ങൾ നടക്കരുത്. അപ്പൻ സ്നേഹപൂർവ്വം മകളെ ഉപദേശിച്ചു. മകള് പറയുകയാണ്, ഇത് എന്റെ അവകാശമാണ്, അത് ചോദിക്കാൻ നിങ്ങൾ ആര്? അപ്പനെ വിളിക്കുന്നത്, അപ്പനോടാ ചോദിക്കുന്നത്, നിങ്ങൾ ആര്? ഇതെന്റെ അവകാശമാണ്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച സാധനം എന്നല്ലാതെ എന്തു പറയാനത്? സ്വന്തം പിതാവിനോട് ഈ രീതിയിൽ സംസാരിക്കുന്ന ആ കുടുംബത്തിന് സമാധാനം ഉണ്ടാകുമോ? ആ മകൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുമോ? ഉണ്ടാകില്ല. തീർച്ചയായിട്ടും മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത, അവരെ സ്നേഹിക്കാത്ത, അവരർഹിക്കുന്ന ബഹുമാനം അവർക്ക് കൊടുക്കാത്ത ഒരു മകനോ മകൾക്കോ ദൈവാനുഗ്രഹം ഉണ്ടാകും. ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊക്കെ ഈ അഹങ്കാരത്തിൽ കാണിച്ച് ഇത് എവിടെ ചെന്ന് അവസാനം? പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ഈ നോയമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് ഒരു ഇതാണ്. അതായത് നാം ഭസ്മം പൂശിക്കൊണ്ട് മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നോയമ്പ് കാലം ആരംഭിച്ചെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ എളിമപ്പെടണം. പറഞ്ഞതുപോലെ ഹ്യൂമിലിറ്റി ഈസ് ട്രൂത്ത്, സത്യമാണ്. ആ സത്യം നമ്മൾ അംഗീകരിക്കും. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് കപടമായിട്ടുള്ള എളിമ വേണ്ട, അല്ലെങ്കിൽ അഹങ്കാരം വേണ്ട. രണ്ടും പറ്റി ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്റെ ഉത്തരവാദിത്തങ്ങളും അതുപോലെ എന്റെ അവകാശങ്ങളും ആയിട്ട്, അതുപോലെ തന്നെ എന്റെ കൂടെ ജീവിച്ചിരിക്കുന്നു. ഞാൻ ആരെയൊക്കെ കണ്ടുമുട്ടുന്നു, എവിടെയായിക്കോട്ടെ, കുടുംബത്തില് ഉള്ളവര് അല്ലെങ്കിൽ സമൂഹത്തില്, ജോലി സ്ഥലത്ത്, അവരൊക്കെ അർഹിക്കുന്ന ആ ബഹുമാനം കൊടുത്താല് നമ്മുടെ ജീവിതത്തിൽ 90% പ്രശ്നം തീരും. ചിന്തിച്ചു നോക്കി, നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളും അവരർഹിക്കുന്ന ഒരു ബഹുമാനം. നമ്മള് ലൂക്കായുടെ സുവിശേഷത്തില് മാതാവ് 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മാതാവ് ഈശോയെ കാണാതെ 3 ദിവസത്തിന് ശേഷം ദേവാലയത്തിൽ കണ്ടുമുട്ടുന്ന ആ ഒരു രംഗം 2:47. അവിടെ ചെന്ന് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കുന്ന ആ മകനോട്, ഈശോയോട് അമ്മ ചെന്നിട്ട് ചോദിക്കുകയാണ്, മകനെ, നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും കൂടി നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു. നിന്റെ പിതാവും ഞാനും കൂടി, അതായത് അവിടെയും അത്രമാത്രം സംഘർഷഭരിതമായ ആ നിമിഷത്തില് അവിടെയും ആ പിതാവിന് ഒരു ബഹുമാനം കൊടുക്കുകയാണ്. നമുക്കറിയാം, യോസേപ്പ് പിതാവ് വളർത്തു പിതാവാണ്. എങ്കിലും അവരൊരുമിച്ച് ജീവിച്ച കാലഘട്ടം മുഴുവനും ഒരു പിതാവിനെ പോലെ ആ ബഹുമാനം ഈശോയും അതുപോലെ മാതാവ് കൊടുത്തു. ആ അത്രയ്ക്കും സംഘർഷഭരിതമായ ആ നിമിഷത്തിൽ പോലും അവിടെ മാതാവ് ചോദിക്കുകയാണ്, നിന്റെ പിതാവും ഞാനും കൂടി നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും അത് ഗ്രമാറ്റിക്കൽ ഇംഗ്ലീഷ് ഭാഷയുടെ അല്ലെങ്കിൽ മലയാള ഭാഷയുടെ കൃത്യതയിൽ അങ്ങനെ അല്ല. നിങ്ങൾ ഏത് ഭാഷ വേണമെങ്കിലും അതൊന്ന് എടുത്തു നോക്കിക്കോ. ഏത് ഭാഷ അറിയാം, ഞാനൊരു 10 ഭാഷ പഠിച്ചിട്ടുണ്ട്, എല്ലാത്തിലും അത് റെഫർ ചെയ്തിട്ടുണ്ട്. നിന്റെ പിതാവും ഞാനും കൂടി നിന്നെ എവിടെയെല്ലാം. നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരും അർഹിക്കുന്ന ബഹുമാനം കൊടുത്താല് 90% പ്രശ്നം അവിടെ തീരും. ആ ബഹുമാനം കൊടുക്കുക. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുകയാണ്. അപ്പോൾ ഭാര്യ സാരമില്ല, ദൈവം തരും എന്ന് ആ കൈക്ക് പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് രോഗം വന്നു, ഇപ്പൊ വില്ലടി ഞാനല്ലേ ഉള്ളത്, നമുക്ക് ചികിത്സിക്കാം എന്നൊരു ആശ്വാസവാക്ക് പറയുവാനായിട്ട്, അതുപോലെ തന്നെ അവര് ജോലി കഴിഞ്ഞ് വരുമ്പോൾ സന്തോഷത്തോടുകൂടി ചിരിക്കുന്ന മുഖത്തോടി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാനായിട്ട്, അടുക്കളയില് ജോലിയിൽ തളരുമ്പോൾ ഞാനും കൂടി സഹായിക്കാം എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കാം. ഓരോരുത്തരും അവരർഹിക്കുന്ന രീതിയിൽ അവരെ ബഹുമാനിക്കുന്നതിന്റെ തെളിവാണ്. അങ്ങനെ നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ജീവിത പങ്കാളിയെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും നമ്മൾ ബഹുമാനിച്ചാൽ നമ്മുടെ കുടുംബം തീർച്ചയായിട്ടും സ്വർഗമായിട്ട് മാറും. ഒരു സംശയമില്ല. നാം ജീവിക്കുന്ന നമ്മുടെ ജോലി സ്ഥലം, ഏത് ജോലി ആയിക്കോട്ടെ, അർഹിക്കുന്ന ബഹുമാനം എല്ലാവർക്കും കൊടുക്കുക. ഇനി ഒരുപക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിലും അത് എളിമപ്പെടാനായിട്ട് ദൈവം തന്ന ഒരു അവസരമാണെന്ന് മനസ്സിലാക്കുക. കാരണം നാം മണ്ണോളം താഴേണ്ടിയിരിക്കുന്നു. ഞങ്ങളുടെ ഗുരുവച്ചൻ പറയുന്നുണ്ട്, എളിമയുള്ള ആളുകള് തറയിലാണ്, പൂഴിയിലാണ് കിടക്കുന്നത്, അവരൊരിക്കലും വീഴില്ല.
അവരൊരിക്കലും വീഴില്ല. കാരണം തറയിൽ കിടക്കുന്ന ഒരാൾക്ക് വീഴാൻ പറ്റില്ലല്ലോ. എളിമയുള്ള ആളുകൾ ഒരിക്കലും വീഴില്ല. വീഴ്ച എപ്പോഴും അഹങ്കാരികൾക്കാണ്. അതാണ് സ്തോത്രഗീതത്തിൽ പരിശുദ്ധി അമ്മ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് ഇവിടുത്തെ എന്റെ താഴ്മയെ ഇവിടുന്ന് കടാക്ഷിച്ചു, അഹങ്കാരികളെ നിലംപരിശാക്കി തകർത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് നമുക്ക് ഈ നോയമ്പുകാലം ആരംഭിക്കുമ്പോഴൊന്ന് എളിമ അഭ്യസിക്കാനായിട്ട് പരിശ്രമിക്കാം. ഇനി ഈ നോയമ്പുകാലം നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ പാപത്തെ കുറിച്ചുള്ള ഒരു അവബോധത്തിലേക്ക് കടന്നു വരാനും അനുതാപത്തിലൂടെ അതിനെല്ലാം പരിഹാരം കാണുവാനുമായിട്ടാണ് ഈശോ നമ്മളെ ക്ഷണിക്കുന്നത്. എന്താണ് ഈ പാപത്തിന്റെ അനുതാപത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഈശോയെ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ ലക്ഷ്യം. നമ്മളിപ്പോ ഈ ദിവസങ്ങളിലെല്ലാം വായനകള്, എനിക്കറിയില്ല നിങ്ങൾ ഏത് റീത്തിലേക്കുള്ളവരാണ്. ഞങ്ങളിവിടെ ഇപ്പൊ ലത്തീൻ റീത്താണ് ഫോളോ ചെയ്തത്. ലത്തീൻ റീത്തിലെ ആ വായനകൾ വായനകളെല്ലാം എടുത്താല് ഇപ്പൊ കഴിഞ്ഞ വിഭൂതി മുതൽ കഴിഞ്ഞാല് അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം കൂടുതലും ആ ഈശോയോടൊപ്പം ആകുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ്. ദൈവത്തെ അനുഭവിച്ചറിയാൻ. ഒരു ദിവസത്തെ പുരുഷന്മാരെല്ലാം വിമർശിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഗുരു ഉപവസിക്കാത്തത്, നിങ്ങൾ ഉപവസിക്കുന്നത്? അപ്പോൾ ഈശോ പറയുന്നു, മണവാളൻ കൂടെയുള്ളപ്പോൾ മറ്റുള്ളവര് ഉപവസിക്കേണ്ട കാര്യമില്ലല്ലോ. അതായത് ആ മണവാളന്റെ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം അറിയുക എന്നുള്ളതാണ്. പിന്നെ വേറെ ദിവസം നാം കണ്ടത്, നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് സ്വയം താഴ്ത്തി കുരിശുമെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരിക, സ്വയം പരിത്യജിച്ച് ആ പരിത്യാഗത്തിലൂടെ ഈശോയെ അനുഭവിച്ചറിയാനായിട്ട്. ഇന്നത്തെ വായനയിൽ നാം കണ്ടത് ചുങ്കക്കാരനായിട്ടുള്ള ലേവിയെ വിളിക്കുന്നതാണ്. അതായത് ഈശോയുടെ ആ സാമീപ്യം, ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് നീതിമാന്മാർക്കല്ല, പാപികൾക്കും എല്ലാവർക്കും സാധിക്കും. നമ്മുടെ പാപം എന്തും ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല, അവർക്ക് സാധിക്കും. അവരെ വിളിക്കുന്നതാണ്. അങ്ങനെ ഓരോ വ്യത്യസ്ത തലങ്ങളിലുള്ളവരെ എല്ലാം ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചറിയും. അപ്പോൾ ഈ നോമ്പുകാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തെ അനുഭവിച്ചറിയുക, ഈശോയുടെ സാന്നിധ്യം, ഈശോയെ അനുഭവിച്ചറിയുക എപ്പോഴും എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മുടെ പാപത്തെ കുറിച്ച് ആ ബോധവാന്മാരും ബോധവതികളാണ് അനുതാപത്തിലേക്ക് കടന്നു. ഇനി ഈശോ അധികമൊന്നും പാപത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. ഈശോ പാപത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് എന്താണ്? ചില മനുഷ്യർക്ക് പറയുന്ന പാപമൊന്നും ഇല്ലെന്നാണ്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഡിഫോമിറ്റി, മനഃശാസ്ത്രപരമായിട്ടുള്ള വൈകല്യം ആണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊന്നും അല്ല, വലിയ വേദപണ്ഡിതന്മാര് അവരാ പറയുന്നത് പാപമൊന്നും ഇല്ല, അത് ഒരു സൈക്കോളജിക്കൽ ഡിഫോമിറ്റിയാണ്. പക്ഷെ ഈശോ എന്താ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 8:34 ഈശോ പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ്. The moment you commit sin, you are under slavery. You lose your freedom. നീ പാപം ചെയ്ത ആ നിമിഷം നീ പാപത്തിന് അടിമയാണ്. നിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അടിമയ്ക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല. നിന്റെ സന്തോഷത്തിൽ നഷ്ടപ്പെട്ടു, നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ഈശോ നമ്മളെ ശിക്ഷിക്കുന്നോ ദൈവം ശിക്ഷിക്കുന്നൊന്നും അല്ല. ആ പാപം ചെയ്യുന്നുള്ള വെരി ഫാക്ട്, അതിൽ തന്നെ നമ്മള് അത് സ്വീകരിക്കുകയാണ്. അതായത് നമ്മളിപ്പോ ഒരു തിളച്ച വെള്ളത്തിൽ കൊണ്ടത് കൈ മുക്കി കഴിഞ്ഞാല് അതിൽ തന്നെ നമ്മുടെ കൈ പൊള്ളും. അപ്പൊ വേറെ ആരും നമ്മളൊന്നും ചെയ്യുന്നതല്ലോ, നമ്മൾ ചെയ്ത എന്ന് പറഞ്ഞതുപോലെയാണ് പാപം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പാപത്തിന് അടിമയായിരിക്കും. ആ അടിമയ്ക്ക് ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അവിടെ പാപമില്ല. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും അവിടെ പാപം എന്നൊന്നില്ല. അതിനുശേഷം മാനവകുലത്തിലേക്ക് കടന്നു വന്നതാണ് പാപം. അതുകൊണ്ട് പാപം ചെയ്ത മനുഷ്യന് പിന്നെ ഒരിക്കലും സമാധാനം സന്തോഷം ഒന്നും ഉണ്ടാകില്ല. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്ന ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 13-14 കായേൻ പാപം ചെയ്തപ്പോൾ 4 പ്രത്യാഘാതം ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. 34:13-14 കായേൻ പാപം ചെയ്തപ്പോൾ 4 പ്രത്യാഘാതം. ഈ പ്രത്യാഘാതം ഏതൊരു മനുഷ്യൻ പാപം ചെയ്യാനുണ്ടാവും. അത് ഈശോ നമ്മളെ ശിക്ഷിക്കുന്നോ അല്ലെങ്കിൽ മറ്റാരും ശിക്ഷിക്കുന്നില്ല. ആ പാപം കൊണ്ട് തന്നെ, ഞാൻ പറഞ്ഞ തിളച്ച വെള്ളത്തിൽ കൈ മുക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളുമെങ്കിൽ അതുപോലെ തന്നെ സംഭവിക്കുന്നതാണ്. പാപം ചെയ്യുമ്പോൾ ബൈ ദ വെരി ഫാക്ട്, പാപം ചെയ്തു എന്നുള്ള ആ യാഥാർത്ഥ്യം, ആ സത്യത്തിൽ തന്നെ
അതിന്റെ ഒരു 4 പ്രത്യാഘാതങ്ങൾ നമ്മളുണ്ടാകും. 13-14 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഈ ശിക്ഷ എനിക്ക് വഹിക്കാവുന്നതിലധികമാണ്. അവിടുന്ന് ഇന്നെ ഇവിടുന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ മുഖം എന്നിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നു. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനാണ്. എന്നെ കാണുന്നവൻ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതാണ് 4 പ്രത്യാഘാതങ്ങൾ. ഒന്ന്, ഇന്ന് അവിടെ തന്നെ ഇവിടുന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, കായൽ കൃഷിക്കാരനായിരുന്നു. കൃഷിക്കാരൻ എന്ന നിലയിൽ പാപം ചെയ്തതിന് ശേഷം ഭൂമി വിളവ് നൽകിയില്ല, അല്ലെങ്കിൽ പരാജയമായിരുന്നു. പാപം ചെയ്തതിന് ശേഷം കൃഷിക്കാരൻ എന്ന പേര് നഷ്ടപ്പെട്ടു, പരാജയമാണ്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ പുത്രിപുത്രന്മാരാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ ദൈവവുമായിട്ടുള്ള ആ ബന്ധം വിച്ഛേദിക്കുകയാണ്. പുത്രസ്ഥാനം എനിക്ക് നഷ്ടപ്പെടുന്നു. വീണ്ടും നമ്മൾ അനുദപിച്ച് നമ്മൾ പാപമാനം സ്വീകരിക്കാതെ നമുക്കത് ലഭിക്കില്ല. നമ്മൾ മാമോദിസായിലൂടെ നമ്മളെല്ലാവരും ഈശോയുടെ ദൈവത്തിന്റെ പുത്രിപുത്രന്മാരാകുന്നു. എന്നാൽ പാപം ചെയ്ത് കഴിയുമ്പോൾ ആ ബന്ധം നമ്മൾ വിച്ഛേദിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ പുത്രൻ പുത്രി എന്നുള്ള സ്ഥാനം നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ ദൈവമകൻ ദൈവമകൾ എന്നുള്ള ആ പേരിന് അർത്ഥം നഷ്ടപ്പെടുകയാണ്. രണ്ടാമത്തത്, നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു എന്ന് വെച്ചാല്, പാപം ചെയ്തതിന് ശേഷം ആണ് നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ ഇരിക്കുകയാണെന്നിരിക്കട്ടെ, പരിശുദ്ധ ഖുർആനിന്റെ മുന്നിൽ നമ്മൾ മണിക്കൂറുകൾ അവിടെ ഇരിക്കും. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. ഒരു കഠിനമായ, ചെറിയ പാപങ്ങളെ കുറിച്ചല്ല, കഠിനമായ ദൈവത്വമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന ഒരു പാപം ചെയ്തിട്ട് നമ്മൾ പള്ളിയിൽ പോയി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എവിടെ ആയിക്കോട്ടെ, മണിക്കൂറുകളോ ദിവസങ്ങളോ പ്രാർത്ഥിക്കാൻ നമ്മൾ ഇരുന്നാലും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. ദൈവാനുഭവം ഉണ്ടാകില്ല. വേറെ ഇപ്പൊ കൊന്ത അത് ചൊല്ലുമായിരിക്കും, വാചിക പ്രാർത്ഥന ചൊല്ലുമായിരിക്കും. ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായുള്ള ഹാർട്ട് ടു ഹാർട്ട്, ഹൃദയത്തോട് സംവദിക്കുന്നതാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ആ വികാരങ്ങളും വിചാരങ്ങളുമായിട്ട് ദൈവമായിട്ട് ഈശോമായിട്ട് പങ്കുവെക്കുന്നതാണ്. എന്റെ ഹൃദയ വികാരങ്ങൾ കർത്താവിനെ പകരുന്നതാണ്. 1 സാമുവേൽ 1-ാം അധ്യായത്തിന്റെ 12-16 വരെ നമ്മൾ വായിച്ചാൽ കാണാം പ്രാർത്ഥന എന്താണെന്ന്. ശരിക്കും എന്താണ് ശരിയായുള്ള പ്രാർത്ഥന? ഇവിടെ അന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏലി പുരോഹിതനെ നോക്കുകയാണ്. അപ്പോൾ അവളുടെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്, പക്ഷെ ശബ്ദമൊന്നും പുറത്തേക്ക് വിടുന്നില്ല. പുരോഹിതൻ വിചാരിച്ചു അവള് വീഞ്ഞു കുടിച്ചിട്ട് ഉന്മത്തിയായിട്ട് ഇങ്ങനെ ഒത്തുപിടിച്ച് പറയുന്നതാണ്. എലി എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, എത്ര നേരം നീ ഇങ്ങനെ ഉന്മത്തിയായിട്ടിരിക്കും? നിന്റെ ഈ വീഞ്ഞ് കൂടി എപ്പോ നീ നിർത്തും? അപ്പോൾ അവൾ പറയുന്നു, അതാ ഈ ഉള്ളവളെ അങ്ങനെയൊന്നും കണക്കാക്കരുത്. അവൾ അങ്ങനെയുള്ളവളൊന്നുമല്ല. എന്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ ദൈവ തിരുമുമ്പിൽ പകരുകയായിരുന്നു. എന്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ ദൈവ തിരുമുമ്പിൽ പകരുകയായിരുന്നു. അതാണ് പ്രാർത്ഥന. നമ്മള് നമ്മുടെ ഹൃദയ വികാരങ്ങള് ദൈവ മുമ്പിൽ പകരാതെ നമ്മൾ വേറെ എന്തെല്ലാം ചെയ്താൽ ശരിയായ പ്രാർത്ഥനയാണ്. ശരിയായ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ വികാരങ്ങൾ ദൈവ മുമ്പിൽ പകരുകയാണ്. അങ്ങനെയെങ്കില് നമുക്ക് പാപം ചെയ്തൊരു മനുഷ്യന് ഈശോയുടെ മുന്നിൽ വന്നിരുന്നാല് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല, പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. കാരണം ദൈവമായിട്ട് നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. അത് വളരെ ഭീകരമായ അനുഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാല്, മർക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില് അവിടുന്ന് പറയുന്നത്, എന്തിനായിട്ടാണ് അവിടുന്ന് നമ്മളെ തിരഞ്ഞെടുത്തത്? നമുക്ക് മാമോദിസ നൽകി നമ്മളെ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മളെ തിരഞ്ഞെടുത്തതിനാണ് അവിടുത്തോടു കൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും. അവിടുത്തോടു കൂടി ആയിരിക്കണം. പ്രഥമവും പ്രധാനവുമായിട്ട് ഈശോയോട് കൂടി ആയിരിക്കുവാനായിട്ട് അവിടുന്ന് നമ്മളെ തിരഞ്ഞെടുത്തു. എന്നാൽ എനിക്കും നിങ്ങൾക്കും അവിടുത്തോടു കൂടി ആയിരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് ഭീകരമായ അനുഭവമാണ്, ഒരു സംശയമില്ല. ഇതാണ് പാപം ചെയ്തു കഴിയുമ്പോൾ നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. ഒരു ദൈവാനുഭവം ഇല്ലാത്തൊരു അവസ്ഥ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനി 3-ാമത്തെ പ്രത്യാഘാതം എന്ന് പറയുന്നത്, ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. എന്താ അതിന്റെ അർത്ഥം? ഐ ബിക്കം സോ റെസ്റ്റ്ലെസ്. ഞാൻ വളരെ അസ്വസ്ഥനാണ്. എന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു. എന്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മള് ആരായിരുന്നാൽ, ഇത്ര ഉന്നതിയിൽ ജീവിക്കുന്നവനായി കഴിഞ്ഞാൽ സമാധാനമില്ലെങ്കിൽ എന്തു ഫലം?
സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഈ ജീവിതം നിരർത്ഥകമല്ലേ? എത്രമാത്രം സ്വത്തുണ്ടാക്കിയാലും, എത്രമാത്രം അധികാരങ്ങൾ നേടിപ്പിടിച്ചാലും, എത്രമാത്രം പേരും പ്രശസ്തി നേടിയാലും നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ എന്ത് ഫലം? സമാധാനം ഉണ്ടെങ്കിൽ ഒരു കുടിലാണെങ്കിലും ജീവിത പങ്കാളി മക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് താമസിക്കുമ്പോൾ അവിടെ ആനന്ദമുണ്ട്, അവിടെ സന്തോഷമുണ്ട്. സമാധാനമില്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാലും അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇവിടെ പാപം ചെയ്ത മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവരാണ്, എന്നെ കാണുന്നവർ കൊല്ലാൻ ശ്രമിക്കും. എന്താ കൊല്ലുക എന്ന് വെച്ചാല്, അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊല്ലുക എന്നുള്ളതിന്റെ അർത്ഥം 1 യോഹന്നാൻ 3:15 സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകി നിത്യജീവനില്ല. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകം ഈസ് ഈക്വൽ ടു വെറുപ്പ്, വെറുപ്പ് ഈസ് ഈക്വൽ ടു കൊലപാതകം. അതായത് പാപത്തിന്റെ പരിണതഫലമായിട്ട് വെറുപ്പ് ഉള്ളിലേക്ക് കടക്കുന്നു, മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നു. അവനെ അത് ദുഷിപ്പിക്കുന്നു. വെറുപ്പ്, ആ ദുഷിപ്പ്, ആ ഹൃദയത്തിൽ വെറുപ്പുള്ള മനുഷ്യന് സന്തോഷവും സമാധാനവും ഒന്നും ഉണ്ടാകില്ല. ദോഷം ഉണ്ടാകില്ല വെറുപ്പ് മനസ്സിന്റെ ഉള്ളിൽ വന്ന് കടന്നാൽ. ഇതാണ് പാപത്തിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതാരും നമ്മളെ ശിക്ഷിക്കുന്നൊന്നുമല്ല, ആ പാപം ചെയ്യുന്ന അവസ്ഥയിൽ തന്നെ നമ്മിലേക്ക് കടന്നു വരുന്നതാണ്, അതിൽ തന്നെ അത് കടന്നു വരുന്നതാണ് ഇതെല്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പാപത്തെ ഉപേക്ഷിച്ച് അനുതാപത്തിലേക്ക് കടന്നു വരാനായിട്ടാണ് ഈശോ നമ്മളെ ക്ഷണിക്കുന്നത്. അനുതാപം. ഈശോ ഇതിന് നമ്മുടെ ഈ പാപത്തിന് പരിഹാരം ചെയ്യണം, പ്രായശ്ചിത്തം ചെയ്യണം ഒന്നും പറയുന്നില്ല. നാം ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ഈശോ പറയുന്നില്ല. എന്നാൽ ആര് പ്രായശ്ചിത്തം ചെയ്യും? പ്രായശ്ചിത്തം ചെയ്യണം. പ്രായശ്ചിത്തം ഈശോ ചെയ്തു കഴിഞ്ഞു. നമ്മളെല്ലാം ഇന്ന് വരെ ചെയ്ത എല്ലാ പാപങ്ങൾക്കും, ഇനി ചെയ്യാനിരിക്കുന്ന പാപങ്ങൾക്ക് ഈശോ പരിഹാരം ചെയ്തു. ഈശോയുടെ സഹനവും കുരിശു മരണവും വഴി ഈശോ പരിഹാരം ചെയ്തു കഴിഞ്ഞു. നമ്മൾ വിചാരിക്കരുത്, നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ അച്ഛൻ നിങ്ങളോട് 3 സ്വർഗസ്നായ പിതാവോ 5 നന്മ നിറഞ്ഞവരോ എല്ലാം പറഞ്ഞാല് അതാണ് നിങ്ങൾ വലിയ വലിയ പാപങ്ങൾക്കൊക്കെ പരിഹാരം കേട്ടോ. അത് ആ ഉദാശയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു നോമിനൽ പെനൻസ്, ഒരു നാമമാത്രമായുള്ള പ്രായശ്ചിത്തം നമ്മൾ ചെയ്തു. അതല്ല നമ്മുടെ പ്രായശ്ചിത്തം എന്നത്. പ്രായശ്ചിത്തം ഈശോ ചെയ്തു കഴിഞ്ഞു, ഇന്ന് വരെ ചെയ്തു, ഇനി ചെയ്യാനിരിക്കുന്നു. നമ്മുടെ മാത്രമല്ല, ഈ ഭൂലോകത്ത് മനുഷ്യനായിട്ട് ജനിച്ച എല്ലാ മക്കളുടെയും അവർ ഇന്ന് വരെ ചെയ്തും ഇനി ചെയ്യാനിരിക്കുന്നതുള്ള പാപങ്ങൾക്ക് ഈശോ പരിഹാരം ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാം, പിന്നെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പാടില്ലേ? ഞാൻ ചെയ്യാൻ പോകുന്ന പാപത്തിനോട് ഈശോ പരിഹാരം ചെയ്താണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പാടില്ലേ? പാടില്ല, പാടില്ല. അതൊരു ചെറിയ ദൈവശാസ്ത്രം ഞാൻ നിങ്ങളോട് പറയാം. സാധാരണ വലിയ സ്പിരിച്വാലിറ്റിയോ ദൈവശാസ്ത്രം ഒന്നും പറയാവുന്ന ആളൊന്നുമല്ല. വളരെ സിമ്പിൾ സ്പിരിച്വാലിറ്റി, നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. എന്നാൽ ഇത് മനസ്സിലാക്കാനായിട്ടൊരു കാര്യം പറയാം. അതായത് ഈശോയുടെ സഹനവും കുരിശുമരണവും വഴി നമുക്ക് നേടിത്തന്ന രക്ഷ, ആ രക്ഷയെ ഇംഗ്ലീഷിൽ ഒബ്ജക്റ്റീവ് റിഡംപ്ഷൻ എന്ന് പറയും. മലയാളം എനിക്ക് എന്താണെന്ന് അറിയില്ല. ഒബ്ജക്റ്റീവ് റിഡംപ്ഷൻ, ഒബ്ജക്റ്റീവ്ലി ഓൾ ആർ റിഡീംഡ്, എല്ലാവരും രക്ഷിക്കപ്പെട്ടു. ഒബ്ജക്റ്റീവ് റിഡംപ്ഷൻ. ഇനി ഇത് എന്റെ സ്വന്തമാക്കണമെങ്കിൽ, സബ്ജക്റ്റീവ് ആക്കണമെങ്കിൽ എന്റെ വിശുദ്ധ ജീവിതം കൊണ്ട് മാത്രമേ സാധിക്കൂ. ഞാൻ എന്റെ വിശുദ്ധ ജീവിതം കൊണ്ട് ഞാൻ സ്വന്തമാക്കണം. അതിനാണ് സബ്ജക്റ്റീവ് റിഡംപ്ഷൻ. സബ്ജക്റ്റീവ് റിഡംപ്ഷൻ, ഒബ്ജക്റ്റീവ് റിഡംപ്ഷൻ, സബ്ജക്റ്റീവ് റിഡംപ്ഷൻ. അപ്പോൾ ഈശോ നേടിത്തന്ന ആ രക്ഷ എന്റെ വിശുദ്ധ ജീവിതത്തിലൂടെ ഞാൻ സ്വന്തമാക്കണം. ഞാനൊരു വിശുദ്ധ ജീവിതം നയിച്ച് ഈശോ നേടിത്തന്ന ആ രക്ഷ സ്വന്തമാക്കിയില്ലെങ്കിൽ ഈശോയുടെ സഹനത്തിനും മരണത്തിനും എന്റെ ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ല. എന്റെ ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ല. ഇപ്പൊ നിങ്ങള് വീട്ടില് നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, അടുക്കളയിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അതിന് കേൾക്കാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ വന്നിരിക്കുന്നു. ഡൈനിങ് ഹാളിൽ അത് ഇരിക്കുകയാണ്. അതവിടെ ഇരിപ്പിട്ടെന്നോർത്തുകൊണ്ട് നിങ്ങൾ ഡൈനിങ് ഹാളിൽ ഇരിക്കുന്ന നിങ്ങളുടെ വിശപ്പ് മാറും അല്ലെങ്കിൽ ഇല്ല. അത് അവിടെ പോയി എടുത്ത് ഭക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ വിശപ്പ് മാറൂ. എന്ന് പറഞ്ഞതുപോലെ ഈശോ നമുക്ക് നേടിത്തന്ന രക്ഷ നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ട് നമ്മൾ
നമ്മളത് സ്വന്തമാക്കണം. അതാണ്, എന്നാൽ മാത്രമേ അത് സ്വന്തം. ഇനി അതുകൊണ്ട് ഈശോ നമുക്ക് രക്ഷ നേടിത്തന്നുണ്ട്, സ്വന്തമാക്കിയാൽ മതി. അതുകൊണ്ട് ഈശോ ഒരിക്കലും നമ്മൾ പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് പറയുന്നില്ല. ഈശോ പറയുന്നത് അനുതപിക്കുക, അനുതപിക്കുക, അനുതപിക്കാൻ മാത്രമേ ഈശോ പറയുന്നു. ഈശോയുടെ പ്രേക്ഷിത വേല ആരംഭിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ആദ്യം എഴുതപ്പെട്ട സുവിശേഷം ആരുടെ സുവിശേഷമാണെന്ന്? മർക്കോസിന്റെ സുവിശേഷമാണ്. മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ടത്. ഈ മർക്കോസിന്റെ സുവിശേഷത്തില് ഈശോയുടെ പ്രേക്ഷിത വേല ആരംഭിക്കുന്നത് മർക്കോസ് 1:15. മർക്കോസ് 1:15 പ്രേക്ഷിത വേല ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സമയം സമാഗതമായിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അനുതപിക്കുക, അനുതാപം പ്രസംഗിച്ചുകൊണ്ടാണ് ഈശോ തന്റെ സുവിശേഷ വേല പ്രേക്ഷിത വേല ആരംഭിക്കുന്നത്. അതുപോലെ സ്നാപയോഹന്നാനും അങ്ങനെ തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന് 1-2 വാക്യത്തിൽ സ്നാപയോഹന്നാൻ മരുഭൂമിയിൽ വന്ന് വിളിച്ചു പറയുന്നു, അനുതപിക്കുക, മനസാന്തരപ്പെടുവിൻ, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോ ആരംഭിക്കുന്നത്, സ്നാപയോഹന്നാൻ ആരംഭിക്കുന്നത്, അതുപോലെ അപ്പോസ്തലന്മാര് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം അവരും അങ്ങനെ തന്നെയാണ്. അപ്പോസ്തല പ്രവർത്തനം 2:37-38 പത്രോസ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പറയുന്നു, അനുതപിച്ച് നിങ്ങൾ സ്നാനപ്പെടുക, അനുതപിച്ച് സുവിശേഷം വിശ്വസിച്ച് നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുക, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് നൽകപ്പെടും. ഈശോ, സ്നാപയോഹന്നാൻ, സ്ലീഹന്മാര് എല്ലാവരും തങ്ങളുടെ ആ പ്രേക്ഷിത വേല ആരംഭിക്കുന്നത് അനുതാപം പ്രസംഗിച്ചുകൊണ്ടാണ്. അനുതപിക്കാൻ ആവശ്യപ്പെടുന്നു. റിപ്പന്റൻസ്, അനുതാപമാണ് സ്വർഗത്തിലേക്കുള്ള കവാടം. അനുതാപം എന്ന് പറയുന്നത് ഒരു ലിഫ്റ്റ് ആണെന്നാണ് കുറിച്ച് പറയുന്നത്. ഒരു ലിഫ്റ്റ്, അതായത് ലിഫ്റ്റ് എന്താണ്? വിത്തിൻ നോ ടൈം പെട്ടെന്ന് നമ്മളെ മുകളിലെത്തിക്കും. അനുതപിക്കുന്ന നിമിഷം തന്നെ നമ്മളെ മുകളിലെത്തിക്കും. നമുക്കറിയാം, എത്രയോ വലിയ പാപികള് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ ജീവിതം ജീവിച്ചു വന്നിരുന്ന ലോകത്തിന്റെ മനുഷ്യര് അനുതാപത്തിലൂടെ വലിയ വിശുദ്ധനായി. അനുതാപത്തിലൂടെ വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ ഫ്രാൻസിസ് സേവർ, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, ഇവരൊക്കെ ഒരു കാലഘട്ടത്തില് ഈ ലോകത്തിന്റെ ജീവിതം നയിച്ചവരാണ്. മേരി മാഗ്ദലേൻ, ഒരു പട്ടണത്തിന്റെ പേര് തന്റെ പേരിനോട് ചേർത്ത ഒരു പെൺകുട്ടി, മേരി മാഗ്ദലേൻ. വാസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്, ഒരു അഭിസാരികയായിട്ട് വേശ്യാവൃത്തി ചെയ്തൊരു പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ മേരി ഓഫ് ഈജിപ്റ്റ്, ഒരു വലിയ വിശുദ്ധ മേരി ഓഫ് ഈജിപ്റ്റ്. ചരിത്രകാരന്മാർ പറയുന്നത് എത്രയോ ഒരു വലിയ ഒരു അഭിസാരികയായിരുന്നു, അതായത് വേശ്യാസ്ത്രീയായിരുന്നു മേരി ഓഫ് ഈജിപ്റ്റ്. ഒരിക്കല് ഈജിപ്തിൽ നിന്ന് ഒരു സംഘം ആളുകള് ഹോളി ലാൻഡിലേക്ക് പോവുകയാണ്. കപ്പലിൽ ഇവള് പോയത് കൂടത്തിൽ പോകുന്നവർക്ക് അമ്മൂനി കൊടുക്കാൻ കയറിയതാണ്. ജെറുസലേമിൽ ചെന്നു, എല്ലാവരും ഇറങ്ങി. അങ്ങനെ ജെറുസലേമിലെ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം കണ്ടുപോവുകയാണ്. പക്ഷേ നിങ്ങളെല്ലാം അവിടെ പോയിട്ടുണ്ടല്ലോ, അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഗെത്സേമനിയുണ്ട്, കാൽവരി, ഈശോയുടെ കാൽവരിയുടെ അങ്ങോട്ട് പോകുന്ന കുരിശിന്റെ വഴിയുടെ സ്ഥലത്തുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ടാണ് ഹോളി സെപ്പുൾക്കർ എന്ന് പറയുന്നത്, അതായത് ഈശോയുടെ ശവകുടീരവും കുരിശുമെല്ലാം നാട്ടിയിരുന്ന ആ സ്ഥലം ഹോളി സെപ്പുൾക്കർ. ഇന്ന് അതെല്ലാം ഒരു 2 നില ബിൽഡിങ്ങിന്റെ അകത്താണ്. 1-ാം നിലയിൽ ഈശോയുടെ ശവകുടീരം കാണാം. അല്ല, അതിന്റെ ആദ്യത്തെ നിലയില് തറയില് 1-ാം നിലയിൽ കയറുമ്പോൾ അവിടെ ഈശോയുടെ കുരിശ് നാട്ടിയിരുന്ന അകത്ത് നമുക്ക് കൈയിടാൻ കൂടി ഒരു കുഴിയുണ്ട്. ഈ തീർത്ഥാടകരെ, ഈജിപ്തിൽ നിന്ന് തീർത്ഥാടകർ എല്ലാവരും അതിനകത്തേക്ക് കയറിയപ്പോൾ ഈ മേരി ഓഫ് ഈജിപ്റ്റ് വളരെ വലിയ പാപിനിയായിരുന്നു, വിശ്വാസ്ത്രീയായിരുന്നു. അവള് അതിന്റെ മുറ്റത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് അവൾക്കൊരു ചിന്ത മനസ്സിൽ വന്നു, ഞാനൊരു പാപിനിയാണ്, എന്റെ കാലുകൾ ഈ വിശുദ്ധന്റെ ഈശോയുടെ തിരക്തം വീണ ഈ മണ്ണിൽ നദിക്കുവാൻ ഞാൻ യോഗ്യയല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആ മുന്നോട്ട് വെച്ച കാലം അങ്ങനെ തന്നെ പുറകോട്ട് വെച്ചു. എന്റെ പാദങ്ങളുടെ സ്പർശിക്കാനായിട്ടുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈശോയുടെ തിരുമുഖത്തിന്റെ ഒരു ദർശനം അവൾക്ക് കിട്ടി. ഈശോയുടെ തിരുമുഖം, മുൾമുടി തറച്ച് രക്തമൊലിപ്പിക്കുന്ന ആ തിരുമുഖത്തിന്റെ ദർശനം. ആ തിരുമുഖത്ത് വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ഈശോ അവളോട് പറഞ്ഞു,
ഞാൻ ഈ രക്തം ചിന്തിയത് നിന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ്, ഞാൻ ഈ സഹിച്ചത് നിന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ്. അതുകൊണ്ട് നിന്റെ പാപത്തെ കുറിച്ച് ചിന്തിക്കണ്ട, നീ മുന്നോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ യാന്ത്രികമായിട്ട് അവൾ അകത്തേക്ക് കടന്നു. ഒന്നാം നിലയില് ഈശോയുടെ കുരിശ് നാട്ടിയിരുന്ന ആ വീട് അതിന്റെ മൂലയ്ക്ക് പോയിരുന്ന് കണ്ണുകൾ അടച്ച് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് അവൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മണിക്കൂറുകൾ, ദിവസങ്ങൾ കടന്നുപോയി. അവളുടെ രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയാതായി ഒഴുകിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറെ ദിവസങ്ങളോളം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അതിനുശേഷം ഒരു കോൺവെന്റിൽ പോയി അവിടുത്തെ എളിയ ജോലികളെല്ലാം ചെയ്ത് അവൾ അവിടെ ജീവിച്ചു 13 വർഷം. അവൾക്ക് അവളുടെ ജോലിയില്ലാത്ത സമയത്തെല്ലാം ആ ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാനയുടെ മുന്നിലിരുന്ന് അവൾ പ്രാർത്ഥിച്ചു. ഈ സമയമെല്ലാം അവിടെ ജോലി ചെയ്തു. അങ്ങനെ 13 വർഷം. ഇന്നവൾ അൾത്താരയിൽ വണങ്ങപ്പെടുന്ന മേരി ഓഫ് ഈജിപ്റ്റ് ആണ്. ഈജിപ്തിലെ മേരി, ഈജിപ്തിലെ വിശുദ്ധ മേരിയാണ്. ഈജിപ്തിലെ വിശുദ്ധ മേരി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പാപം എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ കഴിഞ്ഞ കാല ജീവിതം എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് മാനസാന്തരത്തിലൂടെ, അനുതാപത്തിലൂടെ ഒരു പുതിയ ജീവിതം നയിക്കുവാനും വിശുദ്ധനാകാനും വിശുദ്ധയാകാനും സാധിക്കുന്നത് യാതൊരു സംശയം. നമ്മൾ അനുതപിക്കുന്ന ആ നിമിഷം തന്നെ ഈശോ നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് ക്ഷമിച്ച് നമുക്ക് രക്ഷ നൽകണം. നമ്മൾ ആ അനുതപിക്കുന്ന നിമിഷം തന്നെ. അതാണ് കുരിശിൽ നാം കാണുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് വലതുവശത്ത് കിടന്നിട്ട് കടം പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന്. ഈശോ എന്താ പറഞ്ഞത്? നീ എന്നോട് കൂടി പർദീസായിലായിരിക്കും, നീ എന്നോട് കൂടി പർദീസായിലായിരിക്കും. മാൻതുവാൻ എന്ന് പറയുന്ന ഒരു കർദിനാൾ ഉണ്ടായിരുന്നു വിയറ്റ്നാമില്. 2000 ആണ്ടില് മാർപ്പാപ്പയ്ക്കും വത്തിക്കാനിലെ സ്ഥാപനങ്ങൾക്കെല്ലാം അവിടെ ധ്യാനം പ്രസംഗിച്ചാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം ആവശ്യപ്പെട്ടനുസരിച്ച് അദ്ദേഹം ഒന്ന് ധ്യാനം പ്രസംഗിച്ചു. 15 വർഷം വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് തടവറയിൽ കിടന്ന മനുഷ്യനാണ് അദ്ദേഹം. ധ്യാനം പ്രസംഗിച്ചു. ആ ധ്യാനത്തിന്റെ ചിന്തകൾ ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടനുസരിച്ച് അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടെസ്റ്റിമണി ഓഫ് ഹോപ്പ്, ടെസ്റ്റിമണി ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ മലയാളം, പ്രത്യാശയുടെ സാക്ഷ്യം, പ്രത്യാശയുടെ സാക്ഷ്യം വായിക്കേണ്ടതാണ്. അതിനകത്ത് അദ്ദേഹം ചില മനോഹരമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ ഈശോയെ സ്നേഹിക്കുവാനായിട്ട് അതിന്റെ പ്രധാന കാരണം ഈശോയുടെ ബലഹീനതകളാണ്. ഈശോയുടെ ബലഹീനതകളാണ് ഈശോയെ സ്നേഹിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഈശോയ്ക്ക് ബലഹീനതകൾ ഉണ്ടായിരുന്നു. ഈശോയ്ക്ക് ബലഹീനതകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈശോയുടെ ബലഹീനതകളാണ്. എന്നിട്ട് അദ്ദേഹം കുറെ ബലഹീനതകൾ പറയുന്നുണ്ട്. അതിൽ ഒരെണ്ണം ഇതാണ്: ഈശോ വലിയൊരു മറവിക്കാരനായിരുന്നു. പിന്നെ ഈശോയ്ക്ക് മാത്തമാറ്റിക്സ് അറിയാൻ പാടില്ലായിരുന്നു, ഈശോയ്ക്ക് എക്കണോമിക്സ് അറിയാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിലേക്ക് സമയമില്ലാത്തതിലേക്കൊന്നും കിടക്കുന്നത്. ഇത് ഈ കാര്യം ഞാൻ പറയാം. ഈശോ വലിയൊരു മറവിക്കാരനായിരുന്നു. അതിന് ഉദാഹരണം കാണിക്കുന്നത് ഈ കുരിശിൽ കിടക്കുന്ന മനുഷ്യനെയാണ്. ഈ മനുഷ്യൻ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ മാറ്റുവാൻ പറയാണ്, ഈശോയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഏതായാലും അനുദപിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഈ ജീവിതകാലം മുഴുവൻ നീ കട്ടു നടന്ന് ഈ കുളർദായം എല്ലാം ചെയ്ത് നടന്നവരല്ലേ, അതുകൊണ്ട് ഒരു 20 കൊല്ലമെങ്കിലും നീ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്ക്. അതിനുശേഷം നമുക്ക് ആലോചിക്കാം നിന്റെ രക്ഷയെ കുറിച്ച്. മാറ്റുവാൻ പറയാണ്, ഞാനാണ് ഈശോയുടെ അടുത്തേക്ക് ഞാൻ അങ്ങനെയാണ് പറയുള്ളൂ. പക്ഷെ ഈശോ എന്താണ് ചെയ്തത്? അന്ന് വരെ അവൻ ചെയ്ത എല്ലാ സംഭവങ്ങളും ഒന്ന് മറന്നു. എന്നിട്ട് പറഞ്ഞു, നീ എന്നോട് കൂടി പ്രതീക്ഷയിലായിരിക്കും, നീ എന്നോട് കൂടി പ്രതീക്ഷയിലായിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ അനുദപിക്കുന്ന നിമിഷം തന്നെ നമുക്ക് രക്ഷ നൽകുകയാണ് ഈശോ. വേദപണ്ഡിതന്മാർ പറയുന്നത്, മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ 3 മണിക്കൂർ നേരം ഈശോ ഈ കുരിശ് ചുമക്കാനുള്ള ത്രാണി ഈശോയ്ക്ക് ഇല്ലായിരുന്നു എന്നാണ്. നമുക്ക് സാധാരണക്കാരനെ ബൈബിൾ വായിക്കും മനസ്സിലാകും. സമാന സുവിശേഷകന്മാർ എല്ലാവരും പറയുന്നുണ്ട്, ഈശോയുടെ കുരിശ് ചുമക്കുവാനായിട്ട് പടയാളികള് അവരെ ശിമയോനെ നിർബന്ധിച്ചു. എന്തുകൊണ്ടാണ്? കാൽവരി മലയുടെ മുകളിൽ വരെ ഈശോ ഈ കുരിശ് ചുമന്നുകൊണ്ട് എത്തുമെന്ന് അവർക്ക് പ്രതീക്ഷയില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ച് അവിടുന്ന് മരിക്കുമെന്ന് അവർ വിചാരിച്ചു. അതുകൊണ്ട് ജീവനോടെ അവരെ കുരിശ് തിറക്കാൻ വേണ്ടിയിട്ടാണ് ശിമയോനെ കുരിശ് വഹിക്കാനായിട്ട് കൽപ്പിച്ചത്. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ കുരിശ്
തറച്ചപ്പോൾ തന്നെ ഈശോ മരിക്കേണ്ടതായിരുന്നു, പക്ഷെ മരിച്ചില്ല. 3 മണിക്കൂർ സമയം പറഞ്ഞപ്പിക്കാത്ത വേദന സഹിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഈശോ തൂങ്ങിക്കിടന്നു. എന്തിനാണെന്നോ? ഈശോയ്ക്ക് അറിയാമായിരുന്നു ഈ മനുഷ്യൻ മാനസാന്തരപ്പെടും, അവൻ അനുതപിച്ച് ഈശോയെ സ്വീകരിക്കുമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അവന്റെ തിരിച്ചു വരവിനായിട്ട്, അവന്റെ അനുതാപത്തിന് വേണ്ടി ഈശോ തൂങ്ങിക്കിടന്നു. 3 മണിക്കൂർ നേരം പറഞ്ഞൊപ്പിക്കാത്ത വേദന സഹിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ. പ്രിയ ദൈവമക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരാത്മാവിന്റെ വില എത്രമാത്രമാണെന്ന്. 3 മണിക്കൂർ സമയത്ത് ഈശോയുടെ കഠിനമായ വേദനയാണ് ഒരാത്മാവിനെ രക്ഷപ്പെടുത്താനായിട്ട് അവിടുന്ന് സഹിച്ചത്. നമ്മുടെയൊക്കെ ഈ ജീവിതത്തിൽ നമുക്ക് ഒരാത്മാവിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. അതല്ലേ വലിയ കാര്യം. നമ്മൾ വലിയ പത്മശ്രീയോ പത്മഭൂഷണോ അല്ലെങ്കിൽ അംബാനിയോ ടാറ്റയോ ബിർളയോ ഇതൊന്നും ആകണ്ട. ഒരാത്മാവിനെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം. ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനം? പ്രിയപ്പെട്ട ദൈവമക്കളെ, അനുതാപത്തിലൂടെ നമ്മുടെ ആത്മാവിനെ ആദ്യം രക്ഷപ്പെടുത്തുക. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഇതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം, ആത്മാക്കളുടെ രക്ഷ. അതല്ലാതെ വേറെ അപ്പുറത്തേക്ക് നമുക്ക് ഒന്നും വേണ്ട. അതിനു വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഒരുക്കുക. നമ്മളതിനെ ഒരുക്കുമ്പോൾ മറ്റുള്ളതെല്ലാം തമ്പുരാൻ നമുക്ക് നൽകും അനുതാപത്തിലൂടെ. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീരുകയാണ്. അതിനെല്ലാം രാവിലെ കുർബാന ഉള്ളതുകൊണ്ടും ഞാൻ നിർത്തുകയാണ്. ഒരു പോയിന്റോടെ പറഞ്ഞുകൊണ്ട് ഈ അനുതാപം എന്ന് വെച്ചാൽ എന്താണെന്ന് കൂടി പറഞ്ഞു. സുഭാഷിതങ്ങള് 28:13 പറയുന്നുണ്ട് അനുതാപം എന്താണെന്ന്. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കൃപ ലഭിക്കും. അനുതാപം എന്ന് പറയുന്നതാണ് തെറ്റുകള് ഏറ്റുപറയുക, അത് ഉപേക്ഷിക്കുക. തെറ്റുകൾ ഏറ്റുപറയണം, അത് ഉപേക്ഷിക്കണം. അതാണ് അനുതാപം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ബലഹീനത കൊണ്ട് നമ്മൾ വീണ് പോയേക്കാം. എന്നാലും കുമ്പസാരിക്കുമ്പോൾ ഈശോയെ ഞാനിതെല്ലാം ഉപേക്ഷിച്ചു എന്ന് പ്രതിജ്ഞ ചെയ്ത് കുമ്പസാരിക്കുക. അതപ്പോഴാണ് ശരിയായ കുമ്പസാരം. അവിടെ കുമ്പസാരത്തിൽ നമ്മുടെ പാപം മോചിക്കും. ഈശോ വൈദികൻ മോചിക്കും. കുമ്പസാരത്തോടെ ഏറ്റു പറയണം. അവിടെ ഒരു അടയാളം നൽകും. യെശയ്യായുടെ പുസ്തകത്തില് 6-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. പ്രവാചകൻ ഇങ്ങനെ കുട്ടിക്കറിഞ്ഞുകൊണ്ട് പറയണം, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, ഞാൻ അശുദ്ധമായ അതരങ്ങളുള്ളവന്റെ മധ്യയിൽ ജീവിക്കുന്നവനുമാണ്. കാരണം എന്റെ കണ്ണുകൾ ദൈവത്തിന്റെ രാജാവിന്റെ മഹത്വം ദർശിച്ചിരിക്കുന്നു. അപ്പോൾ മാലാഖമാരിൽ ഒരാള്, സറാഫുള്ള ഒരാള് ഒരു വെളിപ്പെടുത്തി തീക്കലിലെടുത്ത് അവന്റെ ആദരത്തിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ നീക്കപ്പെട്ടിരിക്കുന്നു, നിന്നെ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ അടയാളം സ്വീകരിക്കാം. നാം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതിന്റെ അടയാളം, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക, അനുതാപത്തോട് ഏറ്റുപറയുക, അത് ഉപേക്ഷിക്കുക. അതാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതിന്റെ അടയാളം. ആ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി നമ്മുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കട്ടെ. ആമേൻ.